Hello friends, welcome back to Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്നോമാൻ ട്രഫിൾസ് ആണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫയർലെസ് കുക്കിംഗ് ചാലഞ്ചിൻ്റെ ഡേ 2 ആണ്. അപ്പോൾ ഇന്നലെ കുറേ കമൻറ്റ്സ് എനിക്ക് വന്നിരുന്നു, ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് കട്ട സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ടാവുമെന്ന്. അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. കഴിയുന്നതും മാക്സിമം ഈ വീഡിയോസ് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ആർക്കെങ്കിലുമൊക്കെ അത് യൂസ് ആവും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലെ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം. ഈ സ്നോമാൻ ട്രഫിൾ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് കോക്കനട്ട് പൗഡറും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഈ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് ഞാനിവിടെ 1/2 കപ്പാണ് കോക്കനട്ട് പൗഡർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ 2 ടീസ്പൂണാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ 1 കപ്പാണ് എടുക്കുന്നതെങ്കിൽ ഒരു 4 ടീസ്പൂൺ അങ്ങനെ നിങ്ങൾക്ക് അളവ് കൂട്ടിയിടാം. എന്നിട്ടിത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കൈ കൊണ്ട് നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ കോക്കനട്ട് പൗഡർ ഇവിടെ നല്ലപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം, ലഡ്ഡു പോലെ. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഇത് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കോക്കനട്ട് പൗഡറിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇതുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്നോമാൻ്റെ ബോഡിയുടെ ഒരു പാർട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാനിത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇനിയൊരു ലഡ്ഡു ഇതുപോലെ റൗണ്ടാക്കിയിട്ട് റോൾ ചെയ്തത് ഞാൻ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചുകൂടെ കണ്ടൻസ്ഡ് മിൽക്കും ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്നോമാൻ്റെ ഹെഡ് ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്നോമാൻ്റെ ഹെഡെല്ലാം ഇവിടെ ഫിക്സ് ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ സ്നോമാന് ഒരു സ്കാർഫ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലൂറസെൻറ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബേക്കറിയിൽ കിട്ടും, റിബൺ ക്യാൻഡി എന്ന് പറഞ്ഞ് ചോദിച്ചാൽ മതി. അപ്പോൾ അത് എൻ്റെ കയ്യിലില്ലായിരുന്നു, അതിനാണ് ഞാനിപ്പോൾ ഫ്ലൂറസെൻറ്റ് പേപ്പർ എടുത്തത്, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. എന്നിട്ട് ഞാൻ അതൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ പെപ്പറാണ് എടുത്തിരിക്കുന്നത്. ചോക്കോ ചിപ്സാണ് ബെറ്റർ ഓപ്ഷൻ. സോ നിങ്ങൾ കോമ്പറ്റീഷന് പോകുമ്പോൾ ചോക്കോ ചിപ്സും റിബൺ ക്യാൻഡിയൊക്കെ വേണം എടുത്തിട്ട് പോകാൻ. അപ്പോൾ മൂക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ക്യാരറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് കുഴപ്പമില്ല, അത് എഡിബിളാണല്ലോ, കഴിക്കാൻ പറ്റുന്നതാണ്, സോ അത് കുഴപ്പമില്ല. കൈ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്രാമ്പു ആണ്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്നോമാൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കൊരു ഹാറ്റ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഹാറ്റും ഞാനിവിടെ പേപ്പറിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഹാറ്റ് ക്യാൻഡി വാങ്ങിക്കാൻ കിട്ടും ബേക്കറിയിൽ. അപ്പോൾ നിങ്ങൾ കോമ്പറ്റീഷന് പോകുമ്പോൾ ഇതെല്ലാം എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മുടെ സ്നോമാനെ കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഇനി കുറച്ച് അട്രാക്ഷന് വേണ്ടി ഞാനിവിടെ കോക്കനട്ട് പൗഡർ ഒന്ന് തൂക്കി കൊടുക്കുകയാണ്. ഒരു സ്നോയുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു സ്നോമാൻ ട്രഫിൾ അടിപൊളിയായിട്ടാണ് ആ കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവുക. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ഈ സ്നോമാനിന് ബട്ടൺസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ സ്മാർട്ടീസ് എടുക്കാം. ജെംസ് കുറച്ച് വലുതാവും, സ്മാർട്ടീസ് ആകുമ്പോൾ ചെറുതായിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ച്, അല്ലെങ്കിൽ അതുപോലുള്ള കളർഫുള്ളായിട്ടുള്ള ക്യാൻഡീസൊക്കെ വെച്ച് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യൂട്ടി പൈ സ്നോമാൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ അറേസ്വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ നാളെ 3 മണിക്ക് വീണ്ടും കാണാം. ബൈ.